നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സാമ്പത്തിക ലോകത്തെ വളരെ പ്രധാനപ്പെട്ട രണ്ട് സ്ഥാപനങ്ങളെക്കുറിച്ചാണ്. ഒന്ന് നമ്മുടെ സ്വന്തം റിസർവ് ബാങ്ക്, പിന്നെ ലോകം മുഴുവൻ അറിയുന്ന ലോകബാങ്ക്. പലർക്കും ഇത് രണ്ടും തമ്മിൽ ആശയക്കുഴപ്പമുണ്ടാകാറുണ്ട്. ഇത് രണ്ടും ഒന്നാണോ? ഇവയുടെ ജോലികൾ തമ്മിൽ എന്താണ് വ്യത്യാസം? നമുക്ക് വളരെ ലളിതമായിട്ട് ഇതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മളൊക്കെ പണമിടുന്ന ഈ ബാങ്കുകളുണ്ടല്ലോ, SBI, ഫെഡറൽ ബാങ്ക്, അങ്ങനെ പലതും. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ബാങ്കുകളെയെല്ലാം നിയന്ത്രിക്കുന്നൊരു സംവിധാനം ഇതിനു മുകളിലുണ്ടോ എന്ന്? ആരാണ് ഈ ബാങ്കുകളുടെയൊക്കെ തലപ്പത്തിരിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മളിന്ന് കണ്ടെത്താൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ രാജ്യത്തെ ബാങ്കുകളുടെ ഹെഡ്മാസ്റ്ററെ പരിചയപ്പെടാം. അതാണ് ഭാരതീയ റിസർവ് ബാങ്ക്, നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന RBI. ഇപ്പോ ഒരു സ്കൂളിന്റെ കാര്യമെടുത്താൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഹെഡ്മാസ്റ്ററാണല്ലോ. ഏതാണ്ട് അതുപോലെയാണ് RBIയുടെയും കാര്യം. ഇന്ത്യയിലെ ബാക്കിയുള്ള എല്ലാ ബാങ്കുകളും എങ്ങനെ പ്രവർത്തിക്കണം, പലിശ നിരക്കുകൾ എങ്ങനെ വേണം എന്നൊക്കെയുള്ള പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുന്നത് ഈ ഹെഡ്മാസ്റ്ററാണ്. അതുകൊണ്ടാണ് RBIയെ ബാങ്കുകളുടെ ബാങ്ക് എന്നുകൂടി വിളിക്കുന്നത്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, നമ്മുടെ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ ഒരു വലിയ കുടുംബമായി സങ്കൽപ്പിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിലെ കാരണവരുടെ റോളാണ് RBIക്ക്. വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന, പണത്തിന് മൂല്യം കുറയാതെ സൂക്ഷിക്കുന്ന, എന്തെങ്കിലും പ്രശ്നം വന്നാൽ താങ്ങായി നിൽക്കുന്ന ആ കാരണവർ. RBIയുടെ ചരിത്രത്തിലേക്ക് ചെറുതായിട്ടൊന്ന് നോക്കിയാൽ അതിന്റെ തുടക്കം 1926 ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ഒരു ശുപാർശയിൽ നിന്നാണ്. അങ്ങനെ 1935 കൊൽക്കത്തയിൽ പ്രവർത്തനം തുടങ്ങി. പിന്നെ 1937 ആസ്ഥാനം സ്ഥിരമായി മുംബൈയിലേക്ക് മാറ്റി. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 1949 RBIയെ ഒരു പൊതുമേഖലാ സ്ഥാപനമാക്കി, അതായത് ദേശസാൽക്കരിച്ചു. അപ്പോ എന്തൊക്കെയാണ് ഈ കാരണവരുടെ പ്രധാന ജോലികൾ? നമ്മൾ ഉപയോഗിക്കുന്ന ₹1 നോട്ടൊഴികെ ബാക്കി എല്ലാ നോട്ടുകളും അച്ചടിക്കുന്നത് RBI ആണ്. അതുപോലെ ഗവൺമെന്റിന്റെ ബാങ്കറായി പ്രവർത്തിക്കുന്നതും, രാജ്യത്തെ സാധനങ്ങളുടെ വില കൂടുന്നത് നിയന്ത്രിക്കുന്നതും, നമ്മുടെ വിദേശ നാണ്യശേഖരം സൂക്ഷിക്കുന്നതുമൊക്കെ RBI തന്നെയാണ്. രസകരമായൊരു കാര്യമെന്താണെന്ന് വെച്ചാൽ, ഒരു കാലത്ത് മ്യാൻമറിനും പാകിസ്ഥാനും വേണ്ടിയും സെൻട്രൽ ബാങ്കായി പ്രവർത്തിച്ചത് നമ്മുടെ RBI ആയിരുന്നു. നാട്ടിൽ സാധനങ്ങൾക്ക് ഭയങ്കരമായി വില കൂടുമ്പോൾ RBI എന്തു ചെയ്യുമെന്നറിയാമോ? നമ്മുടെ വീട്ടിലെ പൈപ്പിൽ വെള്ളം വരുന്നതിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്ന ഒരു വാൽവില്ലേ, സംഭവം അതുപോലെയാണ്. വിപണിയിൽ ഒരുപാട് പണം ഒഴുകി നടന്ന് വിലക്കയറ്റമുണ്ടാകുമ്പോൾ റിപ്പോ റേറ്റ് പോലുള്ള പലിശ നിരക്കുകൾ കൂട്ടിയിട്ട് RBI പണത്തിന്റെ ഒഴുക്കിന്റെ ടാപ്പൊന്ന് മുറുക്കും. ഈ റിപ്പോ റേറ്റ് കൂടുമ്പോൾ സ്വാഭാവികമായും ബാങ്കുകൾ നമുക്ക് തരുന്ന വീട്ടുവായ്പയുടെയും വാഹന വായ്പയുടെയും ഒക്കെ പലിശയും കൂടും. ശരി, അപ്പോൾ RBIയുടെ കാര്യം നമുക്ക് ഏകദേശം മനസ്സിലായി. ഇനി നമുക്ക് ഇന്ത്യയിൽ നിന്ന് ആഗോളതലത്തിലേക്ക് പോകാം, പരിചയപ്പെടാം ലോകരാജ്യങ്ങളുടെ വലിയേട്ടനായ ലോകബാങ്കിനെ. ലോകബാങ്കിന്റെ പ്രവർത്തനം മനസ്സിലാക്കാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല. നമ്മളൊക്കെ ഒരു വീട് വയ്ക്കാൻ വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാറില്ലേ? അതുപോലെ ഒരു രാജ്യത്തിന് വലിയ റോഡുകളോ പാലങ്ങളോ സ്കൂളുകളോ ഒക്കെ പണിയാൻ പണം ആവശ്യമായി വരുമ്പോൾ അവർ സഹായത്തിനായി സമീപിക്കുന്ന ഒരു സ്ഥാപനമാണ് ലോകബാങ്ക്. എന്തിനാണ് ലോകബാങ്ക് തുടങ്ങിയത്? അതിന്റെ തുടക്കം രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷമാണ്. യുദ്ധത്തിൽ തകർന്നുപോയ യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്ന് പുനർനിർമ്മിക്കാൻ സഹായിക്കുക എന്നതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. പിന്നീട് അതിന്റെ ദൗത്യം വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾക്ക് പണം നൽകുന്നതിലേക്കും ലോകമെമ്പാടുമുള്ള ദാരിദ്ര്യം കുറയ്ക്കുന്നതിലേക്കും മാറി. 1944 അമേരിക്കയിലെ ബ്രെട്ടൻ വുഡ്സിൽ വെച്ച് നടന്ന ഒരു വലിയ സമ്മേളനത്തിലാണ് ലോകബാങ്ക് രൂപം കൊള്ളുന്നത്. അതിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ DC-യിലാണ്. അന്താരാഷ്ട്ര നാണയനിധിയായ IMFഉം ഇതേ സമ്മേളനത്തിലാണുണ്ടായത്. അതുകൊണ്ട് ഇവയെ രണ്ടിനെയും ചേർത്ത് ബ്രെട്ടൻ വുഡ്സ് ഇരട്ടകളെന്ന് വിളിക്കാറുണ്ട്. നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്നൊരു കാര്യം, നിലവിൽ ഇന്ത്യൻ വംശജനായ അജയ് ബംഗയാണ് ലോകബാങ്കിന്റെ തലപ്പത്തിരിക്കുന്നത് എന്നതാണ്. ഇപ്പം നമുക്ക് RBIയെക്കുറിച്ചും ലോകബാങ്കിനെക്കുറിച്ചും ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കൃത്യമായിട്ടൊന്ന് നോക്കാം. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാവും. ഈ താരതമ്യം ഒന്ന് ശ്രദ്ധിക്കൂ. RBI എന്ന് പറയുന്നത് ഇന്ത്യയുടെ മാത്രം സെൻട്രൽ ബാങ്കാണ്. അതേസമയം ലോകബാങ്ക് ഒരു അന്താരാഷ്ട്ര സ്ഥാപനമാണ്. RBI നമ്മുടെ നാട്ടിലെ മറ്റു ബാങ്കുകൾക്കാണ് വായ്പ കൊടുക്കുന്നത്. എന്നാൽ ലോകബാങ്ക് വായ്പ കൊടുക്കുന്നത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്കാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം, രൂപ അച്ചടിക്കാനുള്ള അധികാരം RBIക്കുണ്ട്, എന്നാൽ ലോകബാങ്കിന് സ്വന്തമായി കറൻസി അച്ചടിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായും ഒരു സംശയം വരാം. എനിക്കും നിങ്ങൾക്കുമൊക്കെ RBIയിൽ പോയി ഒരു സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാൻ പറ്റുമോ? ഉത്തരം വളരെ ലളിതമാണ്. ഇല്ല. RBIയിലോ ലോകബാങ്കിലോ നമുക്ക് സാധാരണക്കാർക്ക് പോയി അക്കൗണ്ട് തുടങ്ങാനൊന്നും സാധിക്കില്ല. കാരണം RBI ബാങ്കുകളുടെയും സർക്കാരിന്റെയും ബാങ്കാണ്. ലോകബാങ്കാവട്ടെ രാജ്യങ്ങളുടെ ബാങ്കാണ്. ഇവർ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുമായി നേരിട്ട് ഇടപാടുകൾ നടത്തുന്നില്ല.
ഈ വ്യത്യാസം ഒന്നുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് RBIയെ ഒരു ബോസായും SBI പോലുള്ള ബാങ്കുകളെ ഒരു കടയായും സങ്കൽപ്പിക്കാം. ബോസിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്ന കടയാണ് SBI. നമ്മൾ ഇടപാടുകൾ നടത്തുന്നത് ഈ കടയുമായാണ്, നേരിട്ട് ബോസുമായിട്ടല്ല. ശരി, ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതുകൊണ്ട് സാധാരണക്കാരായ നമ്മളെ ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത്? നമുക്കെന്താണ് ഇതുകൊണ്ടുള്ള ഗുണം? ഈയൊരു സംഖ്യ ഓർമ്മയിൽ വയ്ക്കുക. 5 ലക്ഷം രൂപ. ഇത് നിങ്ങളുടെ ബാങ്കിലിരിക്കുന്ന പണത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത്, നിങ്ങൾ ഏതെങ്കിലും ബാങ്കിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ ബാങ്ക് ഭാവിയിൽ സാമ്പത്തികമായി തകർന്നാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ നിക്ഷേപത്തിൽ 5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് തിരികെ കിട്ടുമെന്ന് RBIയുടെ കീഴിലുള്ളൊരു സംവിധാനം ഉറപ്പു നൽകുന്നുണ്ട്. ഇത് നമ്മുടെ പണത്തിനുള്ളൊരു വലിയ സുരക്ഷാ കവചമാണ്, അല്ലേ? ഇനി സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏതെങ്കിലും ഒരു കറൻസി നോട്ടെടുത്ത് നോക്കൂ. അതിൽ RBI ഗവർണറുടെ ഒപ്പോടുകൂടി ഒരു വാചകം കാണാം. ഇത് കൈവശം വയ്ക്കുന്നയാൾക്ക് ഇത്ര രൂപ നൽകാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എന്ന്. ഒരു സാധാരണ കടലാസ് കഷ്ണത്തിന് ഇത്രയും മൂല്യം നൽകുന്നത് ആ ഒരു ഉറപ്പാണ്. ഇത് നമ്മുടെയെല്ലാം ജീവിതത്തിൽ RBIക്കുള്ള സ്വാധീനം എത്രത്തോളമുണ്ടെന്ന് കാണിച്ചു തരുന്നു. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ RBI നമ്മുടെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയുടെ ഹെഡ് മാസ്റ്ററാണ്. ലോകബാങ്കാവട്ടെ ലോകരാജ്യങ്ങളുടെ വികസനത്തിന് സഹായിക്കുന്ന ഒരു വലിയേട്ടനും. രണ്ടും പ്രധാനമാണ്, പക്ഷേ രണ്ടിൻ്റെയും പ്രവർത്തന മേഖലകൾ വളരെ വ്യത്യസ്തമാണ്. ഇതുപോലെ നിങ്ങൾക്ക് അറിയാൻ താൽപ്പര്യമുള്ള മറ്റ് സാമ്പത്തിക വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് താഴെ കമന്റ് ചെയ്യുക. അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.